പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നെടുക്കുന്ന ചാപ്റ്റർ നിങ്ങളുടെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് യൂണിറ്റ് 2 നമുക്ക് ഈ യൂണിറ്റ് 3 എടുത്തതിന് ശേഷം പഠിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് യൂണിറ്റ് 3. ഇതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി വാരിയബിൾ ഫംഗ്ഷനെ കുറിച്ചാണ്. അഥവാ ഒന്നിൽ കൂടുതൽ വാരിയബിൾ ഉള്ള ഫംഗ്ഷൻ, ദാറ്റ് ഈസ് മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ. ഓക്കെ, നമുക്ക് ഇതിൽ 5 ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ. ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ അല്ലെങ്കിൽ മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഹോമോജീനിയസ് ഫംഗ്ഷൻ. എന്താണ് ഒരു മൾട്ടി വാരിയബിൾ ഫംഗ്ഷനിൽ ഹോമോജീനിയസ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഹോമോജീനിയസ് ഫംഗ്ഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം, ഓയിലർ തിയറം ഓൺ ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഓയിലർ തിയറം in homogeneous function. Next നാലാമത്തെ കോണ്ടൂർ ലൈൻ, ലെവൽ കർവ്, ലെവൽ സർഫസ്. കോണ്ടൂർ ലൈൻ, ലെവൽ കർവ് ആൻഡ് ലെവൽ സർഫസ്. Next, last, limit and continuity of two or more variable. Limit and continuity for multivariable function. Okay, that is നിങ്ങൾ syllabusൽ മൾട്ടി വാരിയബിൾ ഫംഗ്ഷന് പകരം ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ അല്ലെങ്കിൽ മോർ വാരിയബിൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫോർ ടു ഓർ മോർ വാരിയബിൾ. ഓക്കെ, വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ അഥവാ നിങ്ങൾ സിംഗിൾ വാരിയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇവിടെ ഒന്നിൽ കൂടുതൽ വാരിയബിൾ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഈ റിസൾട്ടുള്ള വ്യത്യാസം, അത് മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എടുക്കാം. ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ. ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ. നിങ്ങൾ സിംഗിൾ വാരിയബിളിൽ ഒരുപാട് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. സിംഗിൾ വാരിയബിൾ ആണ്. ഇവിടെ എഫ് എന്നുള്ളത് ഫംഗ്ഷനും എക്സ് എന്നുള്ളത് വാരിയബിൾ ആണ്. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഇതെല്ലാം എന്തായിരുന്നു? സിംഗിൾ വാരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ ആണ്. അഥവാ എക്സും അതിന്റെ കൂടെ വേറെ അതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ വാരിയബിൾ വരുന്ന ഫംഗ്ഷൻ ആണ് മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് സെവറൽ വാരിയബിൾ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ അഥവാ എഫ് എന്ന ഫംഗ്ഷനിൽ എക്സും വൈയും വാരിയബിൾ ആണ്. ദാറ്റ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ? അതിൽ ഒന്നിൽ കൂടുതൽ വാരിയബിൾ ഉണ്ട്. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. ഇതെല്ലാം എന്താണ്? മൾട്ടി വാരിയബിൾ ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷൻ ഓഫ് ടു വാരിയബിൾ ഉള്ള ഫംഗ്ഷൻ. ഇനി ചില കേസിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് മൂന്ന് ഫംഗ്ഷൻ വരാം, മൂന്ന് വാരിയബിൾ വരാം. മൂന്ന് വാരിയബിൾ വരുമ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇതൊരു എക്സാമ്പിളാണ് അല്ലേ? എഫ് ഓഫ് എക്സ് വൈ സെഡ് ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് സെഡ്. അഥവാ ഒരു ഫംഗ്ഷനിൽ
ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുന്ന ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. അപ്പോൾ സാധാരണ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ഡൊമൈൻ എന്താ എന്നുള്ളത് അറിയണം, അതുപോലെ തന്നെ റേഞ്ച് എന്താ എന്നുള്ളത് അറിയണം അല്ലേ. ഇവിടെ അപ്പൊ എപ്പോഴും ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിൽ നിന്നും ഒരു സെറ്റിലേക്കുള്ള മാപ്പിംഗ് ആണ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഏതിൽ നിന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. എങ്ങോട്ടാണോ അതാണ് കോഡൊമൈൻ. അപ്പൊ എപ്പോഴും ഈ ഒരു സെറ്റിൽ നിന്ന് ഈ കംപ്ലീറ്റ് സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യണം എന്നില്ല അല്ലെ. ദാറ്റ് ഈസ് ഒരു സെറ്റിന്റെ നമ്മൾ സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡിജേഴ്സ് നമ്പേഴ്സിലേക്കും ഒരുപക്ഷെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നില്ല. അഥവാ ഏതൊക്കെ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റിലേക്കാണ് ഏതൊക്കെ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്ത ഈ ഓൾ സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഇനി ഇതിന്റെ കംപ്ലീറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ, ഇമേജ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും അല്ലെ, എഫ് ഓഫ് എക്സ് എന്ന എലമെന്റിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ എക്സിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇതിനെ കംപ്ലീറ്റ് ഈ സെറ്റിനെ കംപ്ലീറ്റ് ഞാൻ ഇവിടെ എഴുതാം. ഇതിനെ ഡൊമൈൻ എന്നും ഈ സെറ്റിനെ ഡൊമൈൻ എന്ന് വിളിക്കും, ഈ സെറ്റിനെ കോഡൊമൈൻ എന്ന് വിളിക്കും, കോഡൊമൈൻ. ഓക്കെ, ഇനി ഈ സെറ്റ് എല്ലാ പോയിന്റും കൺസിഡർ ചെയ്തു അതിന്റെ എല്ലാ ഇമേജും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും വരണമെന്നില്ല അല്ലെ. ചില എലമെന്റ്സിന് ഇവിടെ ഇമേജ് ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു മാപ്പിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നിരുന്നാലും ഒന്നും കൂടി പറയണം, ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ പറയണം. 1 2 3 4 1 2 3 5. ഓക്കെ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, 3നെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, 4നെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു. ഇതൊരു മാപ്പിംഗ് ആണ്, ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഫംഗ്ഷന്റെ പ്രത്യേകത ഇവിടെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഇമേജ് വേണം, പിന്നെ ഒരു ഇമേജേ പാടുള്ളൂ. 1ൽ നിന്ന് ഒരു മാപ്പിംഗ് ഉണ്ടാവുള്ളൂ. 1നെ 1ലേക്ക് മാപ്പ് ചെയ്തു, ഇനി 1നെ 2ലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ആകെ ഒരു കണ്ടീഷൻ ഇതാണ്, ഈ ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അഥവാ ഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഒരു മാപ്പിംഗ് വേണം, ഒരു ഇമേജ് വേണം. മാത്രമല്ല ഒരു ഇമേജ് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എല്ലാറ്റിനും ഇമേജ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഇമേജ് പോയിട്ടില്ല. അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ആണ്. ഇത് എന്താണ്, ഇതാണ് ഡൊമൈൻ. ഡൊമൈൻ ഇതാണ് കോഡൊമൈൻ. ഓക്കെ, പക്ഷേ കോഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ 3ക്കും 5നും ഇവിടെ ഇമേജ് ഇല്ല. അപ്പോൾ ഇത് കോഡൊമൈൻ ആണ്. പക്ഷെ ഇതിന്റെ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, 3ഉം 5ഉം റേഞ്ചിൽ വരില്ല. അഥവാ ഇമേജ് സെറ്റ് മാത്രം എടുക്കുക, ദാറ്റ് ഈസ് 1ഉം 2ഉം ഈ ഒരു സെറ്റ് ആണ്, അഥവാ ഈ ഒരു ഭാഗം, ഈ 3 ഭാഗമാണ് എന്ത് റേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. അതേപോലെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ വരുമ്പോഴും അവിടെയും എന്തുണ്ട്, ഇമേജും ഡൊമൈനും എല്ലാം ഡിഫൈൻ ചെയ്യണം. അതും ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇമേജ് ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ എലമെന്റ്സ് എക്സിനും വൈക്കും ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം, എല്ലാ വാല്യൂസും കൊടുക്കാം. കാരണം ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പറാണ് കിട്ടുക. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പർ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പർ, ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇത് ഡിഫൈൻ ചെയ്യും അല്ലേ. അപ്പോൾ ഏതാണ് ഇതിന്റെ ഇമേജ്? ദാറ്റ് ഈസ് ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത്, ദാറ്റ് ഈസ് R2ലെ പ്ലെയിനിലെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ഏത് ഓർഡേർഡ് പെയർ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഇവിടെ സ്യൂട്ടബിൾ ആണ്. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്യാം. റേഞ്ച് ഏതാണ്? റേഞ്ച് പറയും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പറാണ് കിട്ടുക അല്ലേ. ദാറ്റ് ഈസ് 1, ഇവിടെ -1 -1 അല്ലെങ്കിൽ -1 ഏതായിരുന്നു, -1 1 -1 ഇങ്ങനെ -1 അല്ലേ. ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ എക്സ് ആയിരിക്കും നെഗറ്റീവ്, ദാറ്റ് ഈസ് -1 1. ഈ ഒരു നമ്പറിനെ ഏതിലേക്ക് മാപ്പ് ചെയ്യാം? ഇത് രണ്ടും ആഡ് ചെയ്യും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക അല്ലേ. നെക്സ്റ്റ് 1 1നെ ഇതിലേതിലെ ആഡ് ചെയ്യാം, മാപ്പ് ചെയ്യാം, ദാറ്റ് ഈസ് 1 + 1 2ലേക്ക് പോകും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഒരു പ്ലെയിനിനെ നമ്മൾ ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? പ്ലെയിനിനെ റിയൽ നമ്പറിലേക്കാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? R × R2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R × R.
ആർ ക്രോസ് ആർ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്. പ്ലെയിൻ ആണ് ആർ ക്രോസ് ആർ. അഥവാ ഒരു റിയൽ നമ്പർ ഇത്, വേറൊരു റിയൽ നമ്പർ ആയിട്ട് നമുക്ക് ഇതിന് എഴുതാം. ഇതിന്റെ രണ്ടിനും ക്രോസ് പ്രൊഡക്റ്റ് ആണ് കംപ്ലീറ്റ് ഈ പ്ലെയിനിലെ എല്ലാ പോയിന്റ്സും വരുന്നത്. അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷന് R2ൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ. ഇമേജോ, ഇമേജ് എല്ലാ റിയൽ നമ്പർ വരും. ഏത് റിയൽ നമ്പർ വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കറസ്പോണ്ടിങ് ഒരു ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ സമ്മായിരിക്കും വരും അല്ലെ. ഇവിടെ 1 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1നെ ഏതിലേക്ക് മാപ്പ് ചെയ്യണ്ട്, 0 1 എന്ന പോയിന്റിനെ 1ലേക്ക് മാപ്പ് ചെയ്യണ്ട് അല്ലെ. അതുപോലെ തന്നെ 1 0 എന്ന പോയിന്റും 1ലേക്ക് മാപ്പ് ചെയ്യണ്ട്. അപ്പോ ഇവിടെ റിയൽ സെറ്റ് ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനും കോഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈനുമാണ്, അഥവാ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. അപ്പൊ ഇവിടെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് ദാറ്റ് ഈസ് R2. ഓക്കെ. നെക്സ്റ്റ് എന്താണ് കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച്? റേഞ്ച് ഓഫ് എഫ് ദാറ്റ്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പർ. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്പർ 2, എഫ് ഓഫ് xy ഈക്വൽ ടു എക്സ് മൈനസ് വൈ. എഫ് ഓഫ് xy ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് ഏത് വാല്യൂ കൊടുക്കാം, വൈക്ക് ഏത് വാല്യൂ കൊടുക്കാം അല്ലെ. ഡൊമൈനും കോഡൊമൈനും ഇത് തന്നെ ആയിരിക്കും വരിക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് xy ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ. എന്തായിരിക്കും ഡൊമൈൻ വരിക, ഡൊമൈനും കോഡൊമൈനും. ഓക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുക്കാം, പക്ഷേ ഒരിക്കലും റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആയി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ഏത് നമ്പറും നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലെ. എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു -5ഉം നമ്മുടെ ഈ ഒരു ഇതിൽ വരില്ല, കാരണം ഇതിന് ഇമേജ് ഇല്ല. റിയൽ ലൈനിൽ ഇതിന് ഇമേജ് ഇല്ല. എന്താ വരിക, റൂട്ട് -4 വരും. ദാറ്റ് ഈസ് -2i അല്ലെങ്കിൽ -2i എന്നാണ് ആൻസർ വരിക. അപ്പൊ ഇത് കോംപ്ലക്സ് നമ്പറാ അല്ലെ. ഇത് റിയൽ ലൈനിൽ ഇങ്ങനെ ഒരു നമ്പർ ഇല്ല. അതുകൊണ്ട് എപ്പോഴും റൂട്ട് വരികയാണെങ്കിൽ അവിടെ എക്സ് പ്ലസ് വൈ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ 0 ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 കൊടുക്കാം. പക്ഷെ എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 വരാൻ പറ്റില്ല. അപ്പൊ ഡൊമൈൻ, ഇതിന്റെ ഡൊമൈൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ, ദാറ്റ് ഈസ് ഡൊമൈൻ. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ എഴുതണം, ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് വൈ, എല്ലാ എക്സ് വൈയുടെ കളക്ഷനും സെറ്റ് ഓഫ് ആൾ എക്സ് വൈ സച്ച് ദാറ്റ് എന്താണ് പ്രത്യേകത, എക്സ് പ്ലസ് വൈ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. എക്സ് പ്ലസ് വൈ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ഓക്കെ. നെക്സ്റ്റ് റേഞ്ച് എന്തായിരിക്കും വരിക, റേഞ്ച് ഒരിക്കലും നെഗറ്റീവ് നമ്പറിലേക്ക് മാപ്പ് ചെയ്യോ. നെഗറ്റീവ് നമ്പറിൽ റൂട്ട് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് എടുക്കുക അല്ലെ, നെഗറ്റീവ് വരില്ല, 0 വരാം അല്ലെ. ദാറ്റ് ഈസ് റേഞ്ച് എന്ത് വരും, ദാറ്റ് ഈസ് റേഞ്ച്. അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാലും റേഞ്ച് ഓഫ് എഫ്, അതിന്റെ ഡൊമൈനും കോഡൊമൈനും അല്ലെങ്കിൽ റേഞ്ചും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ 0 വരാം, കാരണം എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം, വൈ ഈക്വൽ ടു 0 കൊടുക്കാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ്. റൂട്ട് എക്സ് പ്ലസ് വൈ എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 0 വരും, ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. അപ്പൊ 0 വരും. 0 അവിടെ നിന്ന് അങ്ങോട്ട് ഏത് നമ്പേഴ്സും വരാം, പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല അല്ലെ. 0 ഇൻക്ലൂഡ് ചെയ്ത് അതിന് മുകൾക്കുള്ള ഏത് നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, എക്സിനും വൈക്കും പല വാല്യൂസ് കൊടുക്കുമ്പോൾ അതിന് മുകൾക്കുള്ള ഏത് വാല്യൂസും നമുക്ക് കിട്ടും. പക്ഷെ -1 വരും, ഒരിക്കലും -1 വരില്ല. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും, ക്ലോസ്ഡ് ഇന്റർവെൽ 0 ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഇവിടെ ഓപ്പൺ ആണ്, ഇങ്ങോട്ട് എത്രയും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് അടുത്തത്. അപ്പോൾ ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ താഴെ പറയുന്ന ഫങ്ഷൻസിന്റെ ഡൊമൈനും കോഡൊമൈനും നിങ്ങൾ കണ്ടുപിടിക്കുക. ഡൊമൈൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കുക. കോഡൊമൈൻ അല്ല, റേഞ്ച് കണ്ടുപിടിക്കുക. കാരണം കോഡൊമൈൻ എപ്പോഴും എന്താണ്, 6 ആയിരിക്കും. 6ലെ സം സെറ്റ് ആയിരിക്കും, സബ്സെറ്റ് ആയിരിക്കും എന്ത്, റേഞ്ച് ആയിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷൻ
second f of xy equal to 1 divided by x plus y. Okay. Next, third function, f of xy equal to 1 divided by x minus y. Okay. Next, fourth function, f of xy equal to 1 divided by root x plus y. Simple functions are yellam. Next, fifth function, f of xy equal to 1 divided by root of x minus y. Domain കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ range കണ്ടുപിടിക്കണം. Next, sixth, f of xy equal to e raised to x plus y. അപ്പോൾ ഇതെല്ലാമാണ് എന്ത് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ അല്ലെങ്കിൽ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി എങ്ങനെ മാത്തമാറ്റിക്കൽ ആയിട്ട് ഇതിനൊരു ഡെഫിനിഷൻ കൊടുക്കാം? ദാറ്റ് ഈസ് ഡെഫിനിഷൻ. If to each point xy, each point xy belongs to capital D, there is a related one certain of the value. There is a related one certain of the value of the variable z of the variable z, then z is called function of two variables x and y, and is denoted by z is equal to f of xy, some function of xy. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു f of xy equal to x plus y അല്ലെങ്കിൽ f of xy equal to x minus y. ഇതിനെ ഇനി f of xy നമ്മൾ ഡിനോട്ട് ചെയ്യണത് z equal to എന്നാണ്. ദാറ്റ് ഈസ് z is equal to x plus y എന്ന് എഴുതാം, z is equal to x minus y എന്ന് എഴുതാം. ഓക്കെ. സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ y equal to x ഇങ്ങനെ എഴുതും അല്ലേ, അല്ലെങ്കിൽ f of x is equal to x. അത് നമുക്ക് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്ലെയിനിൽ നമ്മൾ y equal to x പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് y equal to x. ഇനി y equal to x square ആണെങ്കിലോ അതും പ്ലെയിൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരുന്നു y equal to x square അല്ലേ. നെക്സ്റ്റ് y equal to sin x ആണെങ്കിലോ y equal to sin x ആണെങ്കിൽ അതും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ z is equal to സം x square plus y square അല്ലെങ്കിൽ z is equal to x plus y. എന്താണ് ഇത്? z is equal to x plus y അല്ലെങ്കിൽ z is equal to x square plus y square. ഇവിടെ x ഉം y ഉം വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്ലെയിനാണ് നമ്മുടെ ഡൊമൈൻ, ഇതാണ് നമ്മുടെ ഡൊമൈൻ. കറസ്പോണ്ടിങ് z നമ്മൾ പ്ലോട്ട് ചെയ്യണം അല്ലേ.
ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് മാത്രമേ ഇവിടെ വേരിയബിൾ ഉള്ളൂ. y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സ് എന്താ അതിന് കറസ്പോണ്ടിങ്, y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈയും എക്സ്, ദാറ്റ് ഈസ് ഇവിടെ 1 ആണെങ്കിൽ 1.1 ഇതൊരു പോയിന്റ്, 2 എടുത്തു കഴിഞ്ഞാൽ 2,2 ദാറ്റ് ഈസ് ഈ ഒരു ലൈൻ ആയിരിക്കും അല്ലെ, ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സും വൈയും എന്താണ് വേരിയബിളാണ്. അപ്പോൾ ഒരു എക്സ് എടുത്തു ഒരു വൈ എടുത്തു, എന്നിട്ട് ഇവിടെ 1 0 ഈ ഒരു പോയിന്റിന്റെ ഇമേജ് z ആണ്, z ആക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലോട്ടിങ് നമ്മൾ ചെയ്യാം 3 ഡയമെൻഷനാണ്. അത് ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ പ്ലോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇത് എക്സ് ആക്സ് അല്ലെങ്കിൽ വൈ ആക്സ് അല്ലെങ്കിൽ എക്സ് ആക്സ് ഏതെങ്കിലും ഒരു ആക്സ് ആക്കി എടുക്കാം, എക്സ് ആക്സ്, ഇത് വൈ ആക്സ്, ഇത് z ആക്സ്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ നോക്കാം. 0 0 എന്ന പോയിന്റ് എന്തായിരിക്കും, 0 0 എന്ന പോയിന്റ് അത് ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും അല്ലെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും z is equal to 1 ആകുകയാണെങ്കിൽ, z is equal to 1, z is equal to 0 ആവുമ്പോൾ എന്തുവരും, x square plus y square equal to 0 വരും അല്ലെ. ഇനി നമുക്ക് ഇതിലെ ഓരോ പോയിന്റും വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം അല്ലെ. 1 0 1 ഏതായിരിക്കും, x equal to 0 y equal to 1, അപ്പോൾ 1 0 ദാറ്റ് ഈസ് z is equal to എന്ത് വരും, 0 square plus 1 ദാറ്റ് ഈസ് 1, z ഒരു 1 യൂണിറ്റ് പൊക്കത്തിൽ. ഏതാണ് z 0 1 എന്ന പോയിന്റ്, x ആക്സ് ഇത് 0 x 0 y 1, അതേതാ പോയിന്റ് x 0 y 1, ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ z 1 പൊക്കം അല്ലെ, z is equal to 1, z is equal to 2, z is equal to 3, z is equal to 4 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ 1 0 എടുക്കുമ്പോൾ അല്ലെങ്കിൽ 0 1 എടുക്കുമ്പോൾ ഇതായിരിക്കും ഇമേജ്, ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി 0 1 എടുക്കുമ്പോഴും ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ 0 1 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലെ, സോറി 0 1 അല്ല 1 0 1 0, അപ്പോഴും ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, z is equal to 1 ആവണ ഏതൊക്കെ പോയിന്റ് നോക്കാം. ദാറ്റ് ഈസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ ഇത് ശരിക്കും പറഞ്ഞ ഒരു സർക്കിൾ ആണ് അല്ലെ. ആ സർക്കിൾ ഏതാണ്, എക്സ് സ്ക്വയർ പ്ലസ് ഒരു യൂണിറ്റ് സർക്കിളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ വരച്ച പോലെ ഈ ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചു. ഇതിന്റെ കറസ്പോണ്ടിങ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പോയിന്റ് ആയിരിക്കും, ആ പോയിന്റ് ആയിരിക്കും എന്ത്, എക്സും വൈയും. അപ്പൊ ആ പോയിന്റ് എല്ലാം ഇമേജ് എന്താണ്, 1 പൊക്കിത്തിരി കിടക്കും. ഇനി z is equal to 2 വരുമ്പോഴോ 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇങ്ങനെ വരും, 2 റേഡിയസ് ഉള്ള സർക്കിൾ. z is equal to 4 എന്താ സോറി z is equal to 2 പറയുമ്പോൾ √2 റേഡിയസ് ഉള്ള സർക്കിൾ, z is equal to 4 പറയുമ്പോൾ 2 റേഡിയസ് ഉള്ള സർക്കിൾ, ഇങ്ങനെ പോകും അല്ലെ, ഇങ്ങനെ പോകും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയത്തിൽ വരും അല്ലെ, ഇതിന്റെ അടിയത്തെ എല്ലാ പോയിന്റ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർഫസ് ആണ് വരിക, ഇങ്ങനെ ഒരു സർഫസ് 3 ഡയമെൻഷൻ നോക്കുമ്പോൾ. അഥവാ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് 3 ഡയമെൻഷനിൽ ഇങ്ങനെ ഒരു എടുത്തു, ഫസ്റ്റ് ഒരു പോയിന്റ് ഇട്ടു, പിന്നെ ആ പോയിന്റിന് മേലെ അതിനേക്കാൾ ചെറിയ ഒരു സർക്കിൾ നമ്മൾ അതിന്റെ മേലെ കയറ്റി വെച്ചു, പിന്നെ അതിന്റെ മേലെ അതിനേക്കാൾ ചെറിയ ഒരു സർക്കിൾ വെച്ചു, ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വെച്ച് പോണ പോലെയാണ്. z is equal to ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഇങ്ങനെ ഒരുപാട് സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷനിൽ z ആക്സ് ആയിട്ട് നമ്മൾ ഒരുപാട് സർക്കിൾ നമ്മൾ റിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോമെട്രി എന്താണോ, ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ജോമെട്രി കിട്ടും. 3 ഡയമെൻഷനിൽ ഇങ്ങനെ ഒരു ജോമെട്രി കിട്ടും അല്ലെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഇതാണ് ഇതിന്റെ ഗ്രാഫ്, z is equal to x square plus y square. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ കർവായിട്ടാ പോവാ, ഇങ്ങനെ കർവായിട്ടാ പോവാ. അപ്പോൾ റഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ജസ്റ്റ് ജോമെട്രി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും z is equal to some function of xy ല് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, പ്ലെയിൻ ഉണ്ട് അല്ലെ. xy പ്ലെയിനിൽ ഇതിൽ ഒരുപാട് പ്ലെയിൻ നമുക്ക് എങ്ങനെ വരക്കാം അല്ലെ. ഇതൊരു പ്ലെയിൻ ആണ്, നെക്സ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, 3 ഡയമെൻഷനിൽ ഒരുപാട് പ്ലെയിൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്ലെയിൻ ആണെങ്കിൽ ഇപ്പൊ z is equal to x plus y, ഇതൊരു പ്ലെയിൻ ആണ്. കാരണം എക്സിന്റെ പവർ നോക്കുക, വൈയുടെ പവർ നോക്കുക, എന്താണ് പവർ 1 ആണ് അല്ലെ. അപ്പോൾ 1നേക്കാൾ കൂടുതലാവുമ്പോഴാണ് പ്ലെയിൻ അല്ലാതെ ആയിരിക്കാം. ദാറ്റ് ഈസ് 0 less than or equal to n less than or equal to 1. ഇതാണെങ്കിൽ പ്ലെയിൻ ആണ്. ഇപ്പോൾ ഇവിടെ
എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ്, ഇതൊരു പ്ലെയിൻ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ്, ഇവിടെ വൈ എന്താണ്, വൈ എപ്പോഴും 0. അപ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് ഇതൊരു പ്ലെയിൻ ആണ്. നെക്സ്റ്റ് സെഡ് ഇസ് ഈക്വൽ ടു വൈ ഇതൊരു പ്ലെയിൻ ആണ്. ഇവിടെ നെക്സ്റ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇതൊരു പ്ലെയിൻ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 3y ഇതും പ്ലെയിൻ ആണ്. കാരണം എക്സിന്റെയും വൈയുടെയും പവർ നോക്കിയാൽ മതി. പവർ ഇവിടെ 1 ആണ് അല്ലേ. ഇവിടെ വൈയുടെ പവർ എത്രയാണ്, y പവർ 0 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് വൈയുടെ പവർ 0, വൈയുടെ പവർ 0, ദാറ്റ് ഈസ് 0 ആകുമ്പോഴാണ് ഇവിടെ 1 വന്നത്. അപ്പൊ ഇതെല്ലാം പ്ലെയിൻ ആണ്. അപ്പൊ പ്ലെയിൻ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. z is equal to x-ഉം സം ഫംഗ്ഷൻ ഓഫ് എക്സും വൈ ആണെങ്കിൽ ആ എക്സിന്റെയും വൈയുടെയും പവർ നോക്കുക. രണ്ടിന്റെയും പവർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ അതെന്തായിരിക്കും, 0യും 1 ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഇത് രണ്ടുമാണെങ്കിൽ അത് പ്ലെയിൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹോമോജീനിയസ്, സെക്കൻഡ് ടോപ്പിക്. ഇതാണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ ആയിട്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് നമുക്ക് ഇനി കംപ്ലീറ്റ് എടുക്കുന്നത് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ ആണ്. സെക്കൻഡ് ടോപ്പിക് ആയിരുന്നു ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഹോമോജീനിയസ് ഫംഗ്ഷൻ. എന്താണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ is said to be homogeneous of degree 1 if f of kx equal to k into f of x. f of kx that equal to k into f of x. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഹോമോജീനിയസ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് കെ എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നെഴുതി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നെഴുതി. എന്താണ് എഫ് ഓഫ് കെ എക്സ്? ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ്, ഇപ്പോൾ എഫ് ഓഫ് കെ എക്സ് ആണെങ്കിൽ എന്താണ് കെ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് കെ ഇൻറ്റു എന്താണ് എക്സ്, എഫ് ഓഫ് എക്സ്. എന്താണ് നമുക്ക് കിട്ടിയത്, എഫ് ഓഫ് കെ എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്, വിത്ത് ഡിഗ്രി 1 ആണ്. ഓക്കെ, ഇനി ജനറലി നമുക്ക് എന്ത് ചെയ്യാം, n ഡിഗ്രിയിലുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ജനറലി ഡെഫിനിഷൻ, a function f is said to be homogeneous of degree n if f of kx that's equal to k power n into f of x. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ f of x is equal to x raised to 4. ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് f of kx that's equal to kx whole power 4 എന്ന് വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു k പവർ 4 x പവർ 4. എന്താണ് x പവർ 4? ദാറ്റ്സ് ഈക്വൽ ടു k പവർ 4 ഇൻറ്റു f ഓഫ് x. ദാറ്റ് ഈസ് എന്താ കിട്ടിയേ, ഈ f ഓഫ് kx is equal to k പവർ n x f ഓഫ് x. ഈ ഒരു ഫോമിലാണ് ഇവിടെ n ഈക്വൽ ടു വേർ n ഈക്വൽ ടു 4 ആണ് അല്ലേ, n ഈക്വൽ ടു 4 ആണ്. Therefore 4 ഡിഗ്രിയിലുള്ള ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഇതെല്ലാം ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് വേരിയബിൾ ഡെഫിനിഷൻ എന്താണ്? ദാറ്റ് ഈസ് ഡെഫിനിഷൻ, നിങ്ങളെല്ലാം ഓർത്ത് വെക്കുക, ഓരോ ഡെഫിനിഷനും ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഡെഫിനിഷൻ if a function of 2 variable, if a function f of xy
of two variable is said to be homogeneous of degree n if f of kx ky that's equal to k into y ky that equal to k power n into f of xy. ഇതാണ് ഡെഫിനിഷൻ. തൊട്ട് മുന്നത്തെ സെയിം മെത്തേഡ് അഥവാ തൊട്ട് മുന്നേ എഫ് ഓഫ് എക്സ് സിംഗിൾ വാരിയബിൾ ആയിരുന്നു, ഇവിടെ ഡബിൾ വാരിയബിൾ ടു ഫംഗ്ഷൻ ഓഫ് ടു വാരിയബിൾ. അവിടെ എക്സിനും കെ കൊടുക്കണം വൈക്കും കെ കൊടുക്കണം. ദാറ്റ് ഈസ് കെ റേസ് ടു എൻ എഫ് ഓഫ് എക്സ് വൈ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ചെക്ക് ചെയ്യാം ഏത് ഡിഗ്രിയിലുള്ള ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യേണ്ടത് കെ എക്സ് എക്സിന് കെ എക്സ് കൊടുക്കുക, വൈക്ക് കെ വൈ കൊടുക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് കെ എക്സ് കെ വൈ ആണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് കെ എക്സ് പ്ലസ് കെ വൈ ദാറ്റ്സ് ഈക്വൽ ടു കെ പുറത്തേക്ക് എടുക്കാം എക്സ് പ്ലസ് വൈ. എന്താണ് എക്സ് പ്ലസ് വൈ? എഫ് ഓഫ് എക്സ് വൈ. ദാറ്റ് ഈസ് കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഓക്കെ സോറി that is x plus y equal to f of xy, that is k into f of xy. ഡിഗ്രി എത്രയാണ്? ഡിഗ്രി 1 അല്ലേ. പവർ കെയുടെ പവറാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ നെക്സ്റ്റ്. അപ്പോൾ ഇത് ഹോമോജീനിയസ്. നെക്സ്റ്റ് അടുത്തത് സെക്കൻഡ് എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x പ്ലസ് 4y. ഹോമോജീനിയസ് ആണ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് കെ എക്സ് കെ വൈ ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു കെ എക്സ് പ്ലസ് 4 ഇൻറ്റു കെ വൈ. ദാറ്റ് ഈക്വൽ ടു കെ എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം അല്ലേ. ദാറ്റ് ഈസ് 3k x പ്ലസ് 4k y അല്ലേ. നെക്സ്റ്റ് ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു k ഇൻറ്റു 3x പ്ലസ് k ഇൻറ്റു ഓക്കെ k ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 4y. ദാറ്റ് ഈസ് 3x പ്ലസ് 4y ദാറ്റ്സ് ഈക്വൽ ടു k ഇൻറ്റു 3x that is f of xy അല്ലേ. therefore ഇതും എന്താണ് ഡിഗ്രി 1 ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ. നെക്സ്റ്റ് അടുത്തത് f of xy ഈക്വൽ ടു e raised to x plus y. നമുക്ക് ചെക്ക് ചെയ്യാം f of kx ky that's equal to e raised to kx plus ky that's equal to ഇതിനെങ്ങനെ എഴുതാം? e raised to k ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ kx plus y. പക്ഷേ ഇതിനെ നമുക്ക് ഇങ്ങനെ k into e raised to x plus y എഴുതാൻ പറ്റുമോ? ഈ k നെ താഴോട്ട് എടുക്കാൻ പറ്റില്ല. താഴോട്ട് എടുത്തു കഴിഞ്ഞാലാണ് k into f of xy വരുള്ളൂ. അതുകൊണ്ട് ഇതെന്തല്ല, which is not equal to k into e raised to x plus y ആണോ? ഇത് നോട്ട് ഈക്വൽ ആ അല്ലേ. that is x plus y. Therefore f of xy equal to e raised to x plus y not homogeneous എന്ന് പറയാം. homogeneous അല്ലെങ്കിൽ non homogeneous എന്ന് പറയാം. non homogeneous. ഓക്കെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് വെദർ ദ ഫംഗ്ഷൻ whether the following function is homogeneous. Function ഇതാണ് f of xy equal to x raised to 4 sin x by y. Okay, that is solution. That is നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് given that f of xy equal to x raised to 4 sin x by y. എന്താണ് f of kx ky.
f of kx ky. That's equal to എന്ത് വരും? x ന്റെ സ്ഥാനത്ത് kx കൊടുക്കണം, y യുടെ സ്ഥാനത്ത് ky കൊടുക്കണം. That is kx whole power 4 sin of kx divided by ky. That is this equal to k raised to 4 x raised to 4. Next is sin kx divided by ky. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ക്യാൻസൽ ചെയ്യാം, കോമൺ ആണ് അല്ലേ? That equal to k power 4 x power 4 sin x by y. അല്ലേ? എന്താണ് ഇത്? x raised to 4 sin x by y, f of xy അല്ലേ? That is this equal to k raised to 4 f of xy. Therefore ഇതെന്താണ്? ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് വിത്ത് ഡിഗ്രി 4. That is given function is, therefore given function is homogeneous with degree 4. Okay, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.